എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പാപപരിഹാരം നൽകുന്നതായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള യാത്രാപ്രശ്നത്തോടും അനുഗ്രഹത്തോടുകൂടി വിശുദ്ധ തൃത്വത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും മരിച്ചവരുപോയവരോടുകൂടി ജീവനുള്ളവരും കർത്താവിന്റെ വിജയശ്രീമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ സന്തോഷമായി മുദ്രകുത്തപ്പെട്ടവരും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. വിശുദ്ധ തൃത്വം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ തെറ്റുകൾ മോചിക്കും. നിങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ മൂലം കരുണയും കൃപയും പ്രാപിക്കുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്തോടെ പോകുകയും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. സഹവൈദികരുമായിരിക്കുന്നവര് അനുമോദനം അറിയിക്കുകയാണെന്നു വൈദികനെ ഇന്ന് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധ സഭയിൽ ഈ ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പരിശുദ്ധ ദഹന സഭയുടെ ഓർമ്മ സുറിയാനി സഭകൾ ആചരിക്കുന്നത് ഈ ദിവസമാണ്. ഈ വിശുദ്ധ ദിവസത്തിൽ പൗരോഹിത്യത്തിൻ്റെ അതിവിശുദ്ധ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുവാനായി ഗീവർഗീസ് അച്ഛനെ യോഗ്യനാക്കിയ സർവശക്തനെ സ്തോത്രം ചെയ്യാൻ അതിന് കാരണഭൂതനായ അഭിവന്യ അത്താനാസിയോസ് തിരുമേനിയെ വീണ്ടും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ കൃപകൾക്കായിട്ട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത് പ്രമോദ് അച്ഛൻ അല്ലെങ്കിൽ ഗീവർഗീസ് അച്ഛൻ അവിവാഹിതനായ വൈദികനായി പട്ടം ഏറ്റു എന്നുള്ളതാണ്. വൈദിക സെമിനാരിയിൽ പഠിക്കുവാൻ വരുന്ന വിദ്യാർത്ഥികൾ ചിലരോടൊക്കെ പറയാറുണ്ട് അവിവാഹിത ജീവിതത്തെക്കുറിച്ച്. അതിന് കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു വിളി ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് പ്രസംഗം വൈദിക സെമിനാരി കുടുംബത്തിൻ്റെ സെമിനാരിയിൽ നിന്ന് എന്നെ കൂടാതെ വിദ്യാർത്ഥികളായ പ്രധാനപ്പെട്ട സുനിൽ ശമാശൻ, ദീപു ശമാശൻ, ബിജു ഏലിയാസ് എന്നീ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുകയാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ 3 പദങ്ങൾ ശ്രദ്ധേയമാണ്: ആചാര്യൻ, വൈദികൻ, പുരോഹിതൻ. പട്ടക്കാരൻ എന്ന വാക്ക് ഭാരതീയ പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ 3 പദങ്ങൾ വൈദികൻ, വേദം, വൈദ്യം, വൈദികൻ ഇതൊക്കെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് വിദ് എന്നുള്ളൊരു ധാതുപദത്തിൽ നിന്നാണ്. അതുകൂടാതെ പുരോഹിതൻ എന്ന പദവും വേദ ഇതിഹാസങ്ങളിൽ തന്നെ ആവർത്തിച്ചു പറയുന്ന വാക്കാണ്. പുരോഹിതം, അതിൻ്റെ അർത്ഥം മുൻപിലുള്ള ഹിതം തേടുന്നവൻ എന്നാണ്. മുമ്പോട്ട് നയിക്കുന്നവൻ, മുൻപിലുള്ള ഹിതം അത് ദൈവഹിതമാണ്. ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് സമൂഹത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് പ്രാപ്തിയുള്ളവനാണ് പുരോഹിതൻ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ ധാരാളം ഗീവർഗീസത്തിന് കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് തിരുമനസ്സുകൊണ്ട്
കുർബാന പൂർത്തീകരിക്കുവാനായിട്ട് യുവ വൈദികനെ ഏൽപ്പിച്ചതും അത് വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന നിലയിൽ തന്നെ പൂർത്തീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. സർവശക്തൻ നൽകിയിരിക്കുന്ന താലന്തുകളെല്ലാം പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ സഭയ്ക്ക് സംഭാവന ചെയ്ത മാതാപിതാക്കളെ, സഭയ്ക്ക് അദ്ദേഹത്തെ കണ്ടെത്തി ഏൽപ്പിച്ച അഭിമന്യ പിതാവിനെ, ഈ സമൂഹത്തെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വൈദിക സെമിനാരിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. അഭിമന്യ തിരുമേനി, വന്യ റമ്പാച്ചൻ, വന്യ കർബിസ്കോപ്പച്ചൻ, വന്യ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നവ അഭിഷിക്തനായ ഗീവർഗീസ് അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെയാണ് ഈ സമയത്ത് ഏതാനും വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. രാവിലെ മുതൽ ഈ ദിവ്യമായ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് ഇടയായി. കടനാട് ഭദ്രാസനത്തിന് അല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് ഒരു ശ്രേഷ്ഠനായ വൈദികനെ ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഒരു പുരോഹിതനായി ജീവിക്കുക, അല്ലെങ്കിൽ ഒരു അവിവാഹിതനായ പുരുഷനായി ജീവിക്കുക, ഇതെല്ലാം വളരെ ക്ലേശകരമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഇവിടെ